കളിയല്ലെന്ന്. അതു ജനകോടികളുടെ ആയുസ്സു കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാലറിയും വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. അതു ജനകോടികളുടെ ആയുസ്സു കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയും വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. മിമിക്രി എന്നാൽ ഇന്നു ജനങ്ങൾ മനസ്സിലേറ്റിയ കലയല്ലോ. നാട്ടിൽ നടക്കും തിന്മയ്ക്കെതിരായുള്ളൊരു മറുപടിയാ. മിമിക്രി എന്നാൽ തിന്മയ്ക്കെതിരായുള്ളൊരു മറുപടിയാ. നാട്ടിലൊരുത്തൻ അഴിമതി കാട്ടിയാൽ അതിനൊരു മറുപടി ഉടനടി നൽകും. ആക്ഷേപിച്ചൊരു മിമിക്രി കാട്ടി അവനെ ഒതുക്കിയതൊരു കർമ്മം. മിമിക്രി എന്നൊരു കലയുടെ ധർമ്മം, തിന്മയ്ക്കെതിരായൊരു നർമ്മം. കോമഡി എന്നാലറിയൂ വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. അത് ജനകോടികളുടെ ആയുസ്സു കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയൂ വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. വേദികൾ തോറും ഇന്നു ജനങ്ങൾ കണ്ടു രസിച്ചൊരു കലയല്ലോ. ആദികളൊക്കെ ഒതുക്കാൻ ഈ കല നല്ലൊരു പ്രതിവിധിയാ. ചിരിയുടെ അലകൾ ഉയർത്തി വരുന്നു മിമിക്രി എന്ന കല. പ്രിയമുള്ളവരെ, കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്നാത്തിന് പഠിക്കുന്നു എങ്ങോട്ട് പോണ്ട? എനിക്ക് പുതിയ പണി കിട്ടിയാ. എന്ത് ജോലി? നമ്മളെ പോത്തും സാറില്ലേ, ആ പുള്ളിയുടെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ. എന്റെ മക്കളവിടെ? അത് നിങ്ങൾ പുറകെ വരുന്നല്ലേ ഉള്ളു. ഇത് ആദ്യം ലോഡ് അവിടെ കൊണ്ടെത്തിക്കണ്ട. ബുക്കുകളാ? ബുക്ക് അല്ലേലും ഇപ്പൊ പിള്ളേരെ സ്കൂളിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞ് എന്ത് ചെലവാന്നറിയാമോ? എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത്? അതെ, ബാഗ്, കൊട, വാട്ടർ ബോട്ടിൽ, ചെരിപ്പ് എന്ന് വേണ്ട എല്ലാ സാധനം മേടിച്ചു കൊടുത്താലേ പിള്ളേരെ ഇപ്പൊ വിടാൻ പറ്റും. ഇതിന് നമ്മൾ സ്വന്തം വൃക്ക വിൽക്കണം, എന്നല്ലേ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിള്ളേരെ സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാ. ഭയങ്കര ചെലവ്. നീ അറിഞ്ഞാ നമ്മുടെ വടക്കേതിലെ സുതി ഉണ്ടല്ലോ, തന്റെ മക്കളെ ഇപ്രാവശ്യം സ്കൂളിൽ ചേർത്തിട്ടില്ല. അയ്യോ, അതെന്താ? അവന്റെ പെങ്ങടെ കല്യാണം. പെങ്ങടെ കല്യാണമാണെന്ന് പറഞ്ഞു പിള്ളേരെ സ്കൂളിൽ വിട്ടാലും. അതല്ലേ പറയുന്നത്. ഒന്നെങ്കിൽ പെങ്ങളെ നല്ല ശ്രീധനം കൊടുത്ത് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ തന്നെ മക്കളെ ഡൊണേഷൻ കൊടുത്ത് സ്കൂളിൽ ചേർക്കാം. രണ്ടും കൂടെ ഏതായാലും പറ്റൂല. അതല്ലേലും അങ്ങനെ. ഈ കല്യാണത്തേക്കാൾ ചെലവാണ് ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്, അറിയോ? എന്റെ വൈജു, ഇപ്പൊ യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം? ഈ പുസ്തകമൊക്കെ ചുമന്നുകൊണ്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് ഒരു വലിയ തൊഴിലല്ലേ? പിന്നെ ആണോ? അതുപോലെ തന്നെ ഈ പിള്ളേരെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തൊഴിലല്ലേ? പിന്നെ ഭയങ്കര പരിപാടിയല്ലേ. അതാണ് യഥാർത്ഥ മഹാത്മാഗാന്ധി പറഞ്ഞ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ജൂൺ ജൂലൈ മാസത്തിൽ സ്കൂൾ തുറക്കണ മാസത്തിൽ കാശില്ലാതെ പാരന്റ്സ് എല്ലാം നട്ടം തിരിയും. സ്വന്തം കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ഓട്ടം പിടിക്കും. ബാഗും കുടയും വാങ്ങിയിടം, സ്കൂളിൽ ഫീസ് കൊടുക്കണം, കെട്ടുകണക്കിന് ബുക്കും വാങ്ങി തോളിൽ തൂക്കണം. അവർ ചുവടും താങ്ങി പോയാൽ പോരാ, റാങ്കും വാങ്ങണം. LKG UKG ഒപ്പം കമ്പ്യൂട്ടർ ക്ലാസും. ഇംഗ്ലീഷ് മസ്റ്റാണ്, ഒട്ടും മലയാളം വേണ്ട. പഠിക്കട പഠിക്കട പഠിക്കട, അയ്യോ പഠിക്കട പഠിക്കട പഠിക്കട, അയ്യോ.
സ്വന്തം കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ഓട്ടം പിടിക്കും. ബാഗും കുടയും വാങ്ങണം, സ്കൂളിൽ ഫീസ് കൊടുക്കണം, കെട്ടുകണക്കിന് ബുക്കും വാങ്ങി തോളിൽ തൂക്കണം. അവർ ചുവടും താങ്ങി പോയാൽ പോരാ, റാങ്കും വാങ്ങണം. LKG UKG ഒപ്പം കമ്പ്യൂട്ടർ ക്ലാസും, ഇംഗ്ലീഷ് മസ്റ്റാണ്, ഒട്ടും മലയാളം വേണ്ട. എന്നാ കാമലു വന്ന് കയറിയപ്പോ തന്നെ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? അറിയാൻ വയ്യാത്തൊരു കൊച്ചു നീ എന്നാന്ന് വെച്ചാ പറ. എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഇന്നെന്താ ബസ് സ്റ്റോപ്പിൽ സംഭവിച്ചത്? ബസ് സ്റ്റോപ്പിൽ എന്ത് സംഭവിച്ചു? നമ്മള് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു, അവിടെ സൂസി വന്നു, നിന്നോട് കുറച്ചു നേരം സംസാരിച്ചു, ക്ലബിലെ കുറെ വിശേഷങ്ങൾ പറഞ്ഞു. സൂസി പിന്നെ എന്നോട് സംസാരിച്ചു, ബസ് കയറി പോയി. അത്ര ഉണ്ടായുള്ളൂ? സൂസി അല്ല, നിങ്ങൾ വേറെ ആരെ കണ്ടില്ല അവിടെ? വേറെ അവിടെ ആരും? പിന്നെ സൂസിയുടെ കൂടെ സൂസിയുടെ പട്ടി ഉണ്ടായി. ആ പട്ടിയുടെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. നീ എന്നാന്ന് വെച്ചാ പറ കാര്യം. ആ പട്ടി എന്നെ കണ്ടപ്പോ എന്താ ചെയ്തേ? നിന്നെ കണ്ടപ്പോ പട്ടി കുരച്ചു. പണിക്കരെന്നെ കണ്ടപ്പോഴോ? ഞാൻ കണ്ടപ്പോ വാലാട്ടി. ആ പട്ടിക്ക് എന്നെക്കാളും പരിചയം പണിക്കരെന്നെയാ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അത് അതിന്റെ വർഗ സ്നേഹം കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിങ്ങൾ ഒരേ വർഗക്കാരാണെന്ന്. ആടി വർഗസ്നേഹം കാണിച്ചു. ഒരു പട്ടിക്ക് മറ്റേ പട്ടിയെ കണ്ണെടുത്താ കണ്ടുകൂടാ, അതുകൊണ്ട് തന്നെ നിന്നെ കണ്ടപ്പോ കുരച്ചു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈയിടെയായിട്ട് നിങ്ങൾക്ക് സൂസിയെ കാണുമ്പോ ഇത്തിരി ഇളക്കം കൂടുതലാ. ഇതിനൊരു തീരുമാനം അറിയാതെ നിങ്ങൾക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം തരത്തില്ല. കമലു ഇങ്ങ് വന്നേടി. എന്താ ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാൻ പോവുക. രഹസ്യോ? ഇത്രയും നാൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഈ കാര്യം. എന്താന്ന് വെച്ചാ പറ. നീ ഇത് ആരോടെങ്കിലും പറയോ കമലു? ഇല്ല, പറ. നിനക്ക് ഈ ജാതകത്തിന് വിശ്വാസമാണല്ലോ. ജാതകത്തിൽ എനിക്ക് വിശ്വാസമാണ്, പഠിക്കരെന്നെ അറിയാലോ. പിന്നെന്താ? അതുപോലെ തന്നെ മുജ്ജന്മത്തെ കുറിച്ചും പുനർജന്മത്തെ കുറിച്ചും നിനക്ക് വിശ്വാസമാണല്ലോ. ആണെന്ന്. ഞാൻ ഒരു സത്യം പറയട്ടെ കമലു, എന്താ? അടുത്ത ജന്മത്തില് ഞാനൊരു പട്ടിയായിട്ടാ ജനിക്കാൻ പോകുന്നത്. ആര് പറഞ്ഞു? നമ്മുടെ ജാതകം നോക്കുന്ന ആ ജ്യോത്സ്യം പറഞ്ഞു. അതുകൊണ്ടല്ലേ ലോകത്ത് കാണുന്ന പട്ടികളൊക്കെ എന്നെ കാണുമ്പോ എങ്ങനെ വാലാട്ടുന്നേ. അയ്യോ, എന്നാ പണിക്കരേട്ടന് ഇത് നേരത്തെ പറയാൻ മേലായിരുന്നു. ഞാൻ വിചാരിച്ചു പണിക്കരേട്ടന് സൂസിയായിട്ട് എന്തോ ലൈൻ ആണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചത്. സോറി കേട്ടോ. സാരമില്ല, എനിക്കിപ്പൊ അത് ആലോചിക്കുമ്പോ കുറ്റബോധം തോന്നുന്നു. അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഒരു അബദ്ധമൊക്കെ പറ്റും. അല്ല, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാരയുടെ വീട്ടിൽ പോയില്ലേ? അവിടെ ചെന്നപ്പോ അവിടുത്തെ പട്ടി പണിക്കരേട്ടനെ കണ്ടപ്പോ എന്തിനാ കുരച്ചേ? ഏത് ക്ലാര? ഓ, കഴിഞ്ഞ ആഴ്ച അടുത്ത വീട്ടിൽ സ്ഥലം മാറി വന്ന ക്ലാര. അത് തന്നെ. അത് ക്ലാരയായിട്ട് ഞാൻ ക്ലോസ് ആയിട്ടില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ ഒന്ന് ക്ലോസ് ആയി ഒരാഴ്ച കഴിയുമ്പോ പട്ടി തന്നെ താൻ ഇങ്ങനെ വാലാട്ടിക്കോളും. ഹായ് മിസ്സിസ് പണിക്കർ. ഹായ് സൂസി, എത്ര നാളെ ഇങ്ങോട്ടേക്ക് വന്നിട്ട്? ഒന്നും പറയണ്ട മിസ്സിസ് പണിക്കർ, കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്റെ ഹസ് കിടപ്പിലായിരുന്നു. ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് തീരെ വയ്യ. അയ്യോ, ഇവിടെ പണിക്കരേട്ടന്റെ സ്ഥിതി അത് തന്നെയാ. ഷുഗറും പ്രഷറും ബിപിയും ഹൈപ്പർ ടെൻഷനും ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് അറ്റാക്കും വരാറുണ്ട്. ഈ റിച്ച് പീപ്പിൾ വരുന്ന ഓരോരോ അസുഖങ്ങളെ. പണിക്കരേട്ടൻ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്റെ ഹസ്സിന് ഒരു മൈനർ അറ്റാക്ക് വന്നു. അറ്റാക്ക് ആയിരുന്നു? എന്നിട്ട് തെങ്ങിന്റെ മണ്ടയിൽ വീണ് കാലൊടിഞ്ഞെന്നല്ലോ പറഞ്ഞത്. അത് പിന്നെ തെങ്ങിന് വീണ് കാലൊടിഞ്ഞെന്ന് കേട്ടപ്പോൾ ഷോക്ക് വന്നില്ലേ, അതിനുണ്ടായ ഒരു അറ്റാക്ക്. യു മീൻ ഷോക്ക് അറ്റാക്ക്? ഹസ് കിടപ്പിലായത് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പൊ ഹസിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് വീട്ടിലൊരു ഹോം നഴ്സിനെ നിർത്തിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ. അവള് എന്റെ ഉറക്കം കെടുത്തുന്നത്. അതെന്താ? അവള് തീരെ ശരിയല്ല മിസ്സിസ് പണിക്കർ. ആണോ? അതൊക്കെ പോട്ടെ സൂസി, ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പുതിയ ഗ്രൈൻഡർ വാങ്ങിച്ചു. റിയലി? ഏത് കമ്പനിയാ? ലിവർപൂളിന്റെയാ. ഭയങ്കര ഫേമസ് കമ്പനിയാ. അമേരിക്കൻ ബ്രാൻഡ്. 5000 രൂപയുടെ ഗ്രൈൻഡർ വാങ്ങിച്ചാൽ 1000 രൂപയുടെ പട്ടുസാരി ഫ്രീ കിട്ടും. ആട്ടെ, സൂസിന്റെ വീട്ടിലെ ഗ്രൈൻഡർ ഏതാ? ജോൺസൺ. ജോൺസണോ? മിക്സിയോ? ജോൺസൺ. ആണോ? അപ്പൊ വാഷിംഗ് മെഷീനോ? അതും ജോൺസണാ. ജോൺസണോ? ആ കമ്പനിയെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, അത് കമ്പനിയുടെ പേരല്ല, പിന്നെ എന്റെ ഹസ്സിന്റെ പേരാ. അങ്ങേരാ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങേരിപ്പോ കിടപ്പിലായത് കാരണം ഇതൊന്നും ചെയ്യാൻ ആരും ഇല്ലാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ് മിസ്സിസ് പണിക്കർ. സോ സാഡ് സൂസി. അല്ല, കഴിഞ്ഞ മാസം നിങ്ങളുടെ വീട്ടിലൊരു സെർവൻ വന്നു എന്ന് കേട്ടു. അവൾ എന്തിയെ? അവളോ? അവളുടെ കാര്യം എനിക്ക് കേൾക്കണ്ട. അവളെ ഞാൻ ഡിസ്മിസ് ചെയ്തു. അതെന്താ? അല്ലാതെ പിന്നെ എന്നെ കെട്ടിയോനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അയ്യോ, ഇത്രയും ജോലി തിരക്കും ധൃതിയൊക്കെ
ഉണ്ടായിട്ടും പിന്നെ എന്തിനാ സൂസി ആ സരസുവിന്റെ പശുവിനെ വാങ്ങിച്ചത്? അതോ മിസ്സിസ് പണിക്കർ ആ പശുവിന്റെ ചവിട്ട് കൊണ്ടാ സരസുവിന്റെ അമ്മായിയമ്മ കിടപ്പിലായത്. റിയലി? ആ ഒറ്റ പ്രതീക്ഷയില്ല ഞാൻ ആ പശുവിനെ വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ സൂസിയുടെ ആവശ്യം കഴിയുമ്പോ ഒരു 2 ഡേയ്സിലേക്ക് ആ പശുവിനെ എനിക്കൊന്ന് റെന്റ് കാർ തരുമോ? അല്ല റെന്റിന് തരുമോ? എന്തിനാ? ഇവിടെ ഉണ്ടല്ലോ ഒരു നശിച്ച അമ്മായിയമ്മ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ പണിക്കരേട്ടാ, പണിക്കരേട്ടിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. അയ്യോ ഞാൻ ഓർത്തതേ ഉള്ളൂ. റിയലി? പിന്നെ എപ്പ വന്നു? സൂസി വന്നിട്ട് കുറച്ച് നേരേ ആയുള്ളൂ. പണിക്കരേട്ടിന് ഇത്ര അസുഖമൊക്കെ ഉള്ളല്ലേ, ഇവിടെ നിന്ന് ക്ഷീണിക്കാതെ പോയി റെസ്റ്റ് ചെയ്യൂ. പണിക്കരേട്ടിന് മെഡിസിൻസ് ഒക്കെ എവിടെ ഇരിക്കുന്നത്? ഞാൻ കൊടുക്കാം. അയ്യോ അതിന് എനിക്ക് എന്താ അസുഖമുള്ള? അല്ല അസുഖത്തിന് മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരം വരെ പോണ്ടതല്ലേ ട്രെയിനിൽ. നിന്ന് ക്ഷീണിക്കാതെ പോയി റെസ്റ്റ് എടുത്തപ്പോ അതെ മിസ്സിസ് പണിക്കർ, ദൂരയാത്ര ചെയ്യുമ്പോ സ്മോൾ അടിച്ചിട്ട് പോയ ക്ഷീണം തോന്നില്ല എന്ന് എന്റെ ഹസ് പറഞ്ഞിട്ടുണ്ട്. യോ നോ നോ സൂസി, പണ്ടൊരിക്കൽ പണിക്കരേട്ടൻ സ്മോൾ കഴിച്ച് യാത്ര ചെയ്തത് ഇന്നും മറന്നിട്ടില്ല. ചേട്ടാ ഓ ഞാൻ ലാറ്ററിൽ നിന്ന് പോടും പറഞ്ഞേ. ഇത് ലാറ്ററിൽ നിന്ന് പോടും പറഞ്ഞേ. ഇത് ഞാനും എന്നെ കൂടെ സീറ്റ് ഒന്ന് നോക്കിയത്. ഓ നോക്കൂല? നോക്കിക്കോളൂ. നോക്കുവോ? അണ്ണാക്കി തുപ്പിന്ന് വരപ്പോളൂ. അങ്ങോട്ടാ അങ്ങോട്ടെ. തിരുവനന്തപുരത്തേക്ക്. ഞാൻ കോട്ടയത്തേക്കാ. എവിടെന്നാ കയറിയേ? ഞാൻ തൃശ്ശൂരിന്നാ. തൃശ്ശൂരിൽ നിന്നാണ്. ഞാനും അതെ. തൃശ്ശൂരിന്നാ? അല്ല എറണാകുളത്ത് നിന്ന്. സ്മോൾ അടിക്കോ? സ്മോൾ കുറച്ച്. ആ അടിക്കോ? അടി കുറച്ച് അടിയാ. ചിരി ചിരി ഉണ്ടോ? ആ ആ ഞാൻ പെട്ടെന്ന് ഫിറ്റ് ആവാ. അതാ കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാനും അതെ. മിക്സ് ചെയ്താ? ആ മിക്സ് മിക്സ്. ശരി ഒരെണ്ണം അടിച്ച അപ്പൊ ഒരു പെട്ടെന്ന് ഇതാ പോയി. അതുകൊണ്ടാ കുറച്ച് കഴിയാ. കുറച്ച് കുറച്ച് എവിടെ ഇറങ്ങണെന്ന് പറയാ? തിരുവനന്തപുരത്തല്ലേ? ഞാൻ കോട്ടയത്ത് ഇറങ്ങും. എന്നാ പിന്നെ ഇത്രയോട് കഴിക്കല്ലേ? നമ്മുടെ കോട്ട കഴിഞ്ഞ് കോട്ടയത്തേക്ക് പോവാൻ. കോട്ടയാകുമ്പോ വിളിക്കണം. കോട്ടയം വിളിക്കാം. ഉറങ്ങാൻ പോവാ. കുറച്ച് സ്മോൾ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞല്ലേ? ഓ കുറച്ചുകൂടെ എന്നാ നമുക്ക് പപ്പാതി അടിച്ചാൽ തീർച്ചയായും. നല്ല കൂടാ. കോട്ടയാകുമ്പോ വിളിക്കണം. കോട്ടയാകുമ്പോ വിളിച്ചുണർത്തണം. കോട്ടയത്ത് വൈഫ് സുഖമില്ലാണ്ടിരിക്കുക. വിളിക്കാം. ഉറങ്ങിപ്പോ. ഞാൻ വിളിക്കും. കോട്ടയത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ ഉന്തി എങ്ങനെ ഇറക്കിയേക്കാം. പതുക്കടിക്കില്ല. കുഴപ്പമില്ല. കോട്ടയത്ത് തന്നെ ഇറങ്ങിയില്ലെങ്കിൽ
ഇടിച്ചിറക്കണം. കള്ള് മേടിച്ചു പിടിച്ച എന്തായാലും തന്നെ ഇടിച്ചിറക്കിയേക്കാം. ഇടിച്ചിറക്കണം. ആ ഓ വൈഫ് പ്രഗ്നന്റ് ഏറ്റു. കോട്ടയത്തുമ്പോഴേ ഇടിച്ചിറക്കിയിട്ട് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ആ കൊങ്ങക്ക് പിടിച്ചിറക്കണം. തന്നെ കൊങ്ങയ്ക്ക് പിടിച്ചാൻ കോട്ടയത്ത് ഇറക്കി വിട്ടേക്കാം. ഏട്ടാ ആ. കൊങ്ങക്ക് പിടിച്ച് ഇടിച്ചിറക്കണം. ആ, ആ. ഇറക്കല്ലേ? മറക്കാതെ ഇറക്കണം. മറക്കാതെ ഇറക്കിയേക്കാന്ന് പറഞ്ഞല്ലോ. താൻ കോട്ടയത്ത് ഇറങ്ങിയില്ലെങ്കിൽ തന്നെ ഞാൻ ഉന്തി അല്ലെങ്കിൽ തള്ളി അല്ലെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ചെങ്കിലും ഇറക്കിയേക്കാം. ഇനി മേലെ ശല്യപ്പെടുത്തും കിടന്നു പറയാ. അല്ല പിന്നെ സ്മോൾ അടിക്കണം. വേണ്ട എനിക്ക് സ്മോൾ അടിക്കണ്ട. കൊന്നോളൂ. വേണ്ട. അപ്പുറത്തേക്ക് മാറണോ? അപ്പുറത്തേക്ക് ഇരിക്കാൻ പറഞ്ഞാ പോലെ മാറൂല. സ്മോൾ അടിക്കണം. എടോ കാപ്പി, ഇത് ഏതാ സ്റ്റേഷൻ? ഏതാ സ്റ്റേഷൻ? കോട്ടയാ? ഓ കോട്ടയത്താരോ ചേട്ടാ കോട്ടയെത്തി. 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 5 മിനിറ്റ് താമസമുള്ളൂ. പെട്ടെന്ന് ഇറങ്ങ്. ഞാനെന്ത് വേണമെന്നല്ല, കോട്ടയത്ത് ഇറങ്ങി ഭാര്യയെ കാണണ്ടേ കുട്ടാ. എടാ കോട്ടയത്ത് ഇറങ്ങാൻ. എനിക്ക് കോട്ടയത്തല്ല ഇറങ്ങേണ്ടത്. അങ്ങനെ പറയാതോ, ഭാര്യയെ കാണാൻ പോണ അല്ലേ. കോട്ടയത്ത് ഇറങ്ങാൻ 5 മിനിറ്റ് ഉള്ളൂ സമയം. എടാ എനിക്ക് കോട്ടയത്ത് ഇറങ്ങണ്ടെന്ന്. താൻ കോട്ടയത്ത് ഇറങ്ങണം. പിന്നെ ഈ കണ്ട സമയം മുഴുവൻ താൻ എന്നെ അടിച്ചിട്ട് കോട്ടയത്ത് ഇറക്കി വിടുന്ന് പറഞ്ഞില്ലേ. കോട്ടയത്ത് ഇറങ്ങണം. എടോ എനിക്ക് കോട്ടയത്ത് ഇറങ്ങില്ല. ഞാൻ ഇറങ്ങില്ല. താൻ ഇറങ്ങില്ല എന്ന് ആദ്യമേ പറയുന്നത് എന്നോട് പറഞ്ഞില്ലേടോ. ഇറങ്ങില്ല, ഞാൻ ആദ്യം ഇറങ്ങൂല്ല എന്ന് പറയും. അത് കഴിഞ്ഞാൽ എന്നെ പിടിച്ചിറക്കണം, അല്ലെങ്കിൽ തെറി പറഞ്ഞിറക്കണം, അല്ലെങ്കിൽ എന്റെ എനിക്ക് ഇവിടുന്ന് നീയല്ലടോ. ഇറങ്ങൂല അല്ലേ? നിന്നെ അപ്പുറത്തവനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇറക്കുമെന്ന് പറഞ്ഞ ഇറക്കിയിരിക്കും. ചേട്ടാ ചേട്ടാ ഓ കോട്ടയാന്ന്. ഓ കോട്ടയം കൊല്ലമൊക്കെ ആയി. എന്നെ കോട്ടയത്ത് വിളിക്കാന്ന് പറഞ്ഞ വിളിക്കാത്തെന്താ? എന്നെ കോട്ടയത്ത് വിളിക്കാന്ന് പറഞ്ഞ വിളിക്കാത്തെന്താന്ന്? കോട്ടയത്ത് വിളിക്കേണ്ടവരൊക്കെ വിളിച്ചിറക്കി വിട്ടിട്ടുണ്ട്. എന്റെ ഭാര്യയൊക്കെ സൗകര്യമായിരിക്കും. കോട്ടയത്ത് വിളിക്കാത്തെന്താന്ന് തന്നെ? ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടവരൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടോ? ചേട്ടാ കോട്ടയത്ത് തന്നെ വിളിക്കാത്തെന്താന്ന്? കോട്ടയത്ത് തന്നെ വിളിക്കാത്തെന്താന്ന്? തന്നെ കോട്ടയത്ത് ഇറക്കി വിട്ടിട്ട് പിന്നെ നീ കേറി വരുന്നിരിക്കുന്നില്ല. ചിങ്ങമാസം വന്നു ചേർന്നാൽ ആകെ മൊത്തം 45. രാജപ്പന്റെ വീട് എവിടാ? എന്റെ വീട് എരുമപ്പെട്ടി, സ്വന്തം നാട് മാട്ടുപ്പെട്ടി. ജോലി തേടി വന്നതാണു ഞാൻ ഈ കേരളത്തിൽ. ജോലി തേടി വന്നതാണു ഞാൻ 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 ഞാൻ. അപ്പൊ രാജപ്പൻ ജോലി തേടി വന്നതാണെന്ന് പറയുന്നത്. അപ്പൊ രാജപ്പൻ വിവാഹമൊക്കെ കഴിച്ചിട്ടില്ലേ? പിന്നെ കോട്ടയത്തെ പൂക്കടയിലെ ഓമന, പൊന്നോമന. പൂക്കടയിൽ ഓമനയാണ് കെട്ടിയിരിക്കുന്നതല്ലേ? അപ്പൊ രാജപ്പ ഈ കല്യാണം കഴിഞ്ഞ ശേഷം കുട്ടികളൊക്കെ ഇല്ലേ? പിന്നെ അഞ്ചു മഞ്ചു മൂത്തോള, ചിന്നും മിന്നും പൂത്തോള. പൂത്തോളോ? അതെന്തത്? തൃശ്ശൂരുള്ള സ്ഥല പൂത്തോള്. അവരവിടെ പഠിക്കണം. തെറ്റിദ്ധരിച്ചു. അപ്പൊ രാജപ്പന് സത്യത്തിൽ എന്താ അസുഖം? രാത്രി നേരം വയറിനുള്ളിൽ കിരുകിരിപ്പ്, യാത് ഗ്യാസ് ട്രബിളോ വായുകോപോ നെഞ്ചിടിപ്പോ. ചന്ദ്രൻ തന്ന മരുന്ന് കഴിച്ചപ്പോൾ ഉള്ളിന്റെ ഉള്ളില് കിരുകിരിപ്പ്. അപ്പൊ രാജപ്പ ഈ അസുഖം മാത്രമുള്ള രാജപ്പന്? ഏയ്, തലകറങ്ങണ വയർകടയണ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഗ്യാസിനുള്ള മരുന്ന് തന്നിടൂ.
സ്മോൾ അടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കൈവിറയ്ക്കുന്നു ഡോക്ടർ, അതിനുമുള്ള മരുന്ന് തന്നിട്ടു. എന്നെ വിളിച്ചാൽ മതി, മരുന്നൊക്കെ തരാം. രാജപ്പ, ഇതല്ലാതെ രാജപ്പന് ചെറുപ്പം തൊട്ട് വിട്ടുമാറാത്ത വല്ല അസുഖങ്ങളുണ്ട്? പിന്നെ രണ്ട് കാലിൽ മന്താണ്, കയ്യിലാണേൽ നീരാണ്, മുഖത്ത് ആണേ കുരുവാണ് ഡോക്ടറേ. രാജപ്പന്റെ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാ? സോഡാ സോഡാ അത് നിർബന്ധമാ. കാലത്ത് കഞ്ഞിക്കാണേ കപ്പ വേണം, മീനും വേണം, ഉണ്ടംപോരും വടയും എനിക്കത് മസ്റ്റാ. 2 പേർക്ക് കിട്ടിയില്ലേ എനിക്കാകെ ഭ്രാന്ത. അതൊക്കെ പോട്ടെ രാജപ്പ, രാജപ്പന് പേടിക്കാൻ മാത്രമുള്ള അസുഖമൊന്നുമില്ല, മനസ്സിലായോ? രാജപ്പന്റെ അസുഖം ഞാൻ ഒരു ചെറിയ ഇഞ്ചക്ഷനോട് അങ്ങോട്ട് മാറ്റി തരും. അയ്യോ, നോ ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ, ഇഞ്ചക്ഷൻ വേണ്ട. അത് പറയാൻ പറ്റില്ല. നോ ഇഞ്ചക്ഷൻ വേണ്ട. രാജപ്പൻ പേടിക്കാനൊന്നുമില്ല, രാജപ്പൻ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു ചെറിയ ഇഞ്ചക്ഷനേ ഉള്ളൂ. ആ ഇഞ്ചക്ഷനോട് രാജപ്പന്റെ സകല രോഗങ്ങളും ഞാൻ മാറ്റി തരാം. എടോ കമ്പൗണ്ടറെ, എടാ ദൂചിങ്ങട് കൊണ്ടുവന്നെടോ. രാജപ്പ, രാജപ്പൻ അവിടെ കറക്റ്റ് ആയിട്ട് നിന്നോ. രാജപ്പ, രാജപ്പൻ ഇനി ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. സർക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ